സിദ്ധാർത്ഥൻ. അവനെ ഞാൻ നോട്ടിട്ട് കഴിഞ്ഞു. വല്ലവന്റെ ഹാർട്ടും വെച്ച് ജീവിക്കുമ്പോ സാഹസങ്ങൾക്കൊന്നും പോവരുതെന്ന് ഉപദേശിക്കണം മകനെ. അല്ലെങ്കി മകന്റെ ശ്രാദ്ധത്തിന് അരിയിടേണ്ടി വരും അച്ഛന്. ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വരികയാണല്ലോ മോളെ. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയ. ഇനി പറച്ചിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊരു തീരുമാനം അങ്ങെടുക്കും. ദോഷം നിനക്ക് തന്നെയായിരിക്കും. ഞങ്ങള് ഓഫീസിൽ ചെന്നപ്പോഴാ ഒപ്പിടുന്നതിന് മുൻപ് സാറിനെ വന്നെന്ന് കാണുന്നെന്ന് പറഞ്ഞത്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ദേവികയെ. ദേവികയ്ക്ക് ജോലി കൊടുക്കരുതെന്നും പറഞ്ഞ് മരിച്ചുപോയ സുധിയുടെ അമ്മ ഒരു പരാതി തന്നിട്ടുണ്ട്. പാർവതിയോ? അതെ, ഞാനാണ് സാർ സുധിയുടെ അച്ഛൻ. ആ പരാതി ഒരു കാരണവശാലും സാർ പരിഗണിക്കരുത്. ആ ജോലി എൻ്റെ മോക്ക് തന്നെ കൊടുക്കണം. വീട്ടുകാർക്കിടയിൽ ഒരു തർക്കമുണ്ടായ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തമ്മിൽ ഒരു സമവായത്തിലെത്തണം. എങ്കിലേ ജോയിൻ ചെയ്യാൻ പറ്റൂ. സാർ, ഇത് ഓർഡറായ കേസല്ലേ? അതെ, ഓർഡർ ആയതാണ്. അപ്പോഴാണല്ലോ തർക്കം വന്നത്. ഇതൊരു സ്പെഷ്യൽ കേസായിട്ടാ സർക്കാർ ഇതിനെ പരിഗണിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു തർക്കം വന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സർക്കാരിന് തന്നെയല്ലേ? വേറെ ആരുമല്ല പരാതി തന്നത്, മരിച്ചുപോയ ആളിന്റെ അമ്മ തന്നെ. സാർ, ഇത് മരിച്ചുപോയ സുധിയുടെ ഭാര്യയാണ്. അമ്മയേക്കാൾ ഭാര്യയ്ക്കല്ലേ അവകാശം കൂടുതൽ? അതൊക്കെ ശരിയാ. നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് അയക്കും. കോടതി തീരുമാനിക്കട്ടെ ആരുടെ ഭാഗത്താ ന്യായമൊന്നും. അമ്മയ്ക്കാണോ ഭാര്യയ്ക്കാണോ അവകാശമെന്ന് കോടതി പറയട്ടെ. അങ്ങനെ സംഭവിച്ച കേസ് എപ്പോ തീരുന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. ഇത് ചതിയാണ് സാർ. പാർവതി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ആയിരിക്കാം. ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് നിങ്ങളുടെ ജോലിയാ. ഞാൻ നിസ്സഹായന. എനിക്ക് ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ പാർവതി എന്ന സ്ത്രീ പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ ദേവികയ്ക്ക് ഈ ജോലി കൊടുക്കുന്നതിൽ പരാതിയില്ലെന്നും പറഞ്ഞ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. അല്ലെങ്കിൽ സംഗതി കോടതിയിൽ പോകും. എന്തു വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ശരി സാർ.